അസ്സലാമലൈക്കും, നമസ്കാരം. എന്താ സുഹൃത്തുക്കളെ, സുഖല്ലേ? അള്ളാഹു താല എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യം തരട്ടെ. ഇന്നിപ്പോ ഞാൻ കുഞ്ഞാപ്പിളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഒരു സങ്കടകരമായ ഒരു കാര്യം പറയാൻ വന്നതാ. ഇത് നമ്മൾ ഊഞ്ഞാലാട്ടാ, നമ്മളെ മക്കളെ ഊഞ്ഞാല, ഒന്ന് രണ്ടൊക്കെ ഊഞ്ഞാലാണ്. സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഉമ്മാക്ക് പ്രഷർ അടിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവരോടും. അപ്പൊ ഉമ്മാക്ക് പ്രഷർ അടിച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇന്ന് ഉമ്മാനായിട്ട് പോയി. ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താലാണ് ഉമ്മാന്റെ പ്രഷർ കുറവാണ് കൂടുതൽ അറിയുമെന്ന് ചെല്ലണ്ടേ. അപ്പം ഉമ്മാക്കാന് 19 വയസ്സിന്റെ അടുത്ത് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഞങ്ങൾക്ക് കുറെ മുന്നേ ഒക്കെ ഒരു 60 വയസ്സ് ആൾക്കാർ ഹോസ്പിറ്റലിൽ പരിക്ക് കണ്ടാകുന്ന ഒരു ബോർഡൊക്കെ ഇട്ടിരുന്നു. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ആ ബോർഡൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു, എന്താണ് ലിസ്റ്റിലൊന്ന് ഒപ്പിടിക്കണമെന്ന്. നിങ്ങൾ അവിടെ പോയി ഒപ്പിട്ടാൽ മതി, കിട്ടിക്കോളൂ പറഞ്ഞു. കാരണം ഉമ്മാക്കാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടാണ് പോകുന്നത്. കാരണം ഉമ്മാക്ക് ഈ പ്രഷർ അടിച്ചതിന് ശേഷം ഉമ്മാക്ക് കണ്ണും കാണൂല, ഒപ്പം ഒരാളും ഇല്ല. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്ററോട് പറഞ്ഞു ഒന്ന് നോക്കിയിട്ടായിരുന്നു, ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഭയങ്കര വരിയാണ്. ഞാൻ വരിക്കുന്നില്ല, കാരണം ഇത് വേഗം കിട്ടുള്ളൂടെ ഞാൻ ചെന്നതാണ്. സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെന്ന പാട് ഞാൻ ഈ ടോക്കൺ ഒപ്പിട്ടിരിക്കുക. കാരണം ഇപ്പൊ എൻ്റെ തൊട്ടടുത്തുള്ള അവിടെ കുറേ സ്ത്രീകളുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു വ്യക്തിയുണ്ട്, ഒരു കാക്ക, നമ്മളറിയുന്ന ഒരു കാക്ക. നമ്മളറിയണ വെച്ചാൽ ആ കാക്കാൻ്റെ ഉമ്മാനായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. എൻ്റെ ഒരു ഉമ്മ പോലെ ഉമ്മ തന്നെ ആ കാക്കാൻ്റെ ഉമ്മാനെ വിളിക്കല്ലേ. അപ്പോൾ എടുത്തേക്കൊരു ചാടി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു എന്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടോക്കൺ എടുക്കല്, വരിക്ക് പോയി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കല്ല, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, നമുക്ക് തീരെ വയ്യ, പ്രഷർ തലവേനായിട്ട് പ്രഷർ കൂടുതലേ കുറവുണ്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉമ്മ ആയാലും ശരി ബാപ്പ ആയാലും ശരി ടോക്കൺ എടുക്കാൻ പറ്റില്ല, വരിക്ക് പോയി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞത്, തീരെ വയ്യായിട്ടായിരുന്നു. അപ്പോൾ അപ്പോഴുള്ള സ്ത്രീകളും പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, എന്താണ് വസീലായാലും സ്ത്രീകൾ എണിച്ചു തരൂല, പുരുഷന്മാരെ എണിക്കുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ വിപരീതം ഉണ്ടായത്. നമ്മൾ എല്ലാ സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ പറയാം എടുത്തോട്ടെ. അപ്പം എനിക്ക് അതൊന്നല്ല അത്ഭുതം. കാരണം അയൽവാസി നമ്മൾ അറിയുന്ന വ്യക്തിയാണ്. വേറെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിയാണ് പറയില്ല. ഈ വ്യക്തിയുടെ ഉമ്മ എൻ്റെ ഉമ്മക്ക് ഒരേ പ്രായമാണ്. എന്നിട്ട് ഇയാളിങ്ങനെ കിടന്ന് പിറുപിറുക്ക് തന്നെ. കാരണം ടോക്കൺ എടുക്കണമെങ്കിൽ വരിക്കുന്ന. അപ്പൊ ഞാൻ പറയാം 50 വയസ്സിന്റെ അടുത്തായി ഉമ്മാക്ക് തീരെ വയ്യായിട്ടാണ്. അതിന് ഞാൻ എന്താ വേണ്ടത്, വരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വരിക്കൊന്നിട്ടൊന്നുമില്ല. ഞാൻ ടോക്കൺ എടുത്ത് മൂപ്പ കിടന്നിങ്ങനെ പിറുപിറുക്കുണ്ട്. ഞാൻ ചെന്നപ്പത്തിന് ഉമ്മ ഇങ്ങനെ ഉണ്ടായിക്കണ്. ഉമ്മാനെ കൊണ്ട് കാണിച്ച് പ്രഷർ ചെക്ക് ചെയ്ത്. പക്ഷെ അത് ഭയങ്കര സങ്കടമായി. കാരണം എനിക്കൊന്നും പറയാനുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ടൗണിൽ ഹോസ്പിറ്റലാണ്, ടൗണിൽ ആശുപത്രി. ആദ്യമൊക്കെ 60 വയസ്സ് ആൾക്കാർക്ക് ക്യൂ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അവിടെ ബോർഡൊന്നും കാണാനില്ല. ഇനി 60 ഇല്ലെങ്കിലും ചില ആശുപത്രി ഞാൻ കണ്ടിട്ടുണ്ട് 70 വയസ്സോ 60 വയസ്സുകാർക്കൊക്കെ ക്യൂ കണ്ട നേരിട്ട് കാണിക്കാന്നുള്ളത്. പക്ഷെ ഈ ടൗണിൽ ആശുപത്രി അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നത്. കാരണം അവിടെ ബോർഡൊന്നും കാണാനില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, ഈ വീഡിയോ കാണണമെങ്കിൽ അധികാരികളോടൊക്കെ പറയാനുള്ളത്, കഴിയുന്നത് 60 വയസ്സ് കഴിഞ്ഞ് 70, 80 വയസ്സ് ആൾക്കാർക്കൊക്കെ ക്യൂ നിൽക്കാതെ കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നേ കണ്ടിട്ടുണ്ട്. കാരണം വരിക്ക് നിന്നിട്ട് വയ്യാതായിട്ടും കഷ്ടപ്പെടുന്നേ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഒരു അനുഭവം എനിക്ക് ഒരു അനുഭവമായിട്ട് ഞാൻ പറയാണ്. കാരണം അവർക്ക് സെപ്പറേറ്റ് ഒരു എന്താണ് ടോക്കൺ എടുക്കാനുള്ള ഒരു ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമാതിരി ആക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികാരികൾ കണ്ണു തുറക്കുക. കാരണം ഇപ്പോൾ ഉമ്മ പ്രഷർ അടിച്ച ഒരു ഉമ്മായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം ആർക്കും ഉണ്ടാവരുത്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ അനുഭവം ഇല്ലാതിരിക്കട്ടെ പറഞ്ഞു. കാരണം നമുക്ക് ആരും ശപിക്കണ്ട. എന്താണ് അവർക്ക് അത്ര അവരെ കാണുന്നുള്ളൂ. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാനും കൂടിയും കിട്ടണില്ല. പിന്നെ ഞാൻ വരുമ്പോ ആ വ്യക്തിനെ കണ്ട്, ഒരു വ്യക്തി വേറെ ആളോട് പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞാന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചൂടായിട്ട് ഞാൻ തമാശ പറഞ്ഞാന്ന്. അയാൾക്കൊരു തമാശ ആവും. പക്ഷെ ആ കേട്ട് നിൽക്കണേ എനിക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഇന്നെ പറഞ്ഞത് കുഴപ്പമില്ല, എന്റെ അമ്മ അവിടെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ആളൊപ്പം എൻ്റെ അമ്മ വന്നിട്ടും ഇല്ല. ഞാൻ അവിടെ ഒരു സിസ്റ്ററെ ഏൽപ്പിച്ചാൽ വരും ചെയ്തത്. അത് ആ സങ്കടകരമായ കാര്യങ്ങളാണ് ഞങ്ങളോട് പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മ എന്ന് പറയും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലേ അതിന്റെ വില അറിയുള്ളൂ. അത് ഇവർക്ക് അറിയില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ഉമ്മാനെ പറ്റിയും ബാപ്പാനെ പറ്റിയും അറിയില്ല. ആ വ്യക്തികൾ നഷ്ടപ്പെട്ടാലാണ് അപ്പോൾ അവര് നമ്മൾ ഉദ്ദേശിക്കും ആ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറെ ഇതിന് മുന്നേ പറഞ്ഞതാ, കുറെ ആൾക്കാർക്ക് തിന്നാൻ കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല മക്കളെ. നമ്മളെ മാതാപിതാക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്താ ആവശ്യം ഉള്ളത് നമ്മൾ കൊടുക്കുക. എല്ലാതും നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കഴിയുന്നത് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് അവരെ സന്തോഷപ്പെടുത്തുക. പിന്നെ ഒരു വീടാകുമ്പോ മക്കൾ തല്ലിവിടുമ്പോ ഉമ്മാര് സ്വാഭാവികമാണ് ചീത്ത പറയലും. പിന്നെ എന്റെ ഭാര്യയായാലും ശരി മറ്റുള്ള ഭാര്യയായാലും ശരി
തള്ളാര് എന്തെങ്കിലും പറയും അത് എന്തിനാണ്? ചിലപ്പോൾ ഭാര്യമാര് കുറെ ഭക്ഷണം എടുത്തിട്ടാണ് നാശാക്കി കളയും. അത് ഈ തള്ളാർക്ക് സഹിക്കൂല. കാരണം തള്ളാറ് മക്കളാണ് കൊണ്ടുവരുന്നത്. അത് കേൾക്കുമ്പോ പെണ്ണുങ്ങൾ മുഖം കയറ്റും, കറപ്പിക്കും. അത് ഒരുവിധ വീട്ടിലൊക്കെ നടക്കുന്നതാണ്. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അവരെ ഒന്നും കൊടുക്കാല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു വാക്ക് പറയാ, സംസാരിക്കുക. അതാ, അല്ലാതെ എന്താണ് എന്താ പറയാൻ ഒന്നും കിട്ടണില്ല. നമ്മളെ ഉമ്മ ഉണ്ടാവുമ്പോ വാപ്പ ഉണ്ടെങ്കിലും പൊന്നു പോലെ നോക്കുക. അപ്പോ എനിക്ക് പറഞ്ഞ എന്റെ ഉമ്മ അത് കേട്ട് വേറെ ആള് പറഞ്ഞു. അപ്പൊ എന്റെ ഉമ്മക്ക് സത്യം പറഞ്ഞ കരച്ചില് വന്ന്. കാരണം അത്രയും വയ്യാതെ എന്റെ ഉമ്മാനെ ഞാൻ കൊടുന്നത്. എന്തായാലും ആ വ്യക്തിക്ക് അപ്പത്തെ ഒരു ഇത് തോന്നിയാന്ന് തോന്നുന്നു. എന്തായാലും അള്ളാഹ് അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. കാരണം നമ്മളെ എന്റെ ഉമ്മായിട്ട് ആരും ശപിക്കാൻ നിൽക്കണില്ല, ഒന്നിനും നിൽക്കണില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികം ഇവിടെ നിർത്തുന്നു. നാളെ കുഞ്ഞാപ്പൂനും ഇമ്മാനായിട്ടൊക്കെ വരാം. അസ്സലാമു അലൈക്കും.